സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളാണ് ഇനിയുള്ള നാളുകളിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഘോഷങ്ങളുടെ ഏറ്റവും വലിയ കാഴ്ചകൾ കാണണമെങ്കിൽ കൊച്ചിയിലേക്ക് തന്നെ വരണം. ഇന്ന് കൊച്ചിയിലെ പള്ളുരുത്തി സെയിൻറ്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പള്ളുരുത്തി റിലീഫ് സെറ്റിൽമെൻറ്റിലെ അന്തേവാസികൾക്കൊപ്പം ക്രിസ്മസ് ആഘോഷിക്കുവാനായിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവരെല്ലാവരും ഇവിടെ എനിക്ക് പിന്നിലായിട്ട് അണിനിരന്നു കഴിഞ്ഞു. ഇവരുടെ ആഘോഷങ്ങൾ ഏറ്റവും മനോഹരമാകുന്നു. മനോഹരമായ കാഴ്ചകളിലേക്ക് ക്രിസ്മസ് ആഘോഷങ്ങൾ ആരംഭിക്കാം എന്ന ഒരു ഘട്ടത്തില് ഡിസംബർ മാസം തുടങ്ങിയപ്പോൾ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ക്രിസ്മസ് ആഘോഷം എന്തുകൊണ്ടും ആരംഭിക്കാനായിട്ട് അനുയോജ്യമായത് നമ്മളുടെ തൊട്ടടുത്തുള്ള പള്ളുരുത്തിയിലെ ഈ സെറ്റിൽമെന്റിൽ വന്ന് ഇവിടുത്തെ അന്തേവാസികളോടൊപ്പം ആയിരിക്കണമെന്ന് സാറ് പറഞ്ഞതിപ്പോ വളരെയധികം സന്തോഷം തോന്നി. നമ്മളുടെ ഈ വിദ്യാർത്ഥികള് കഴിഞ്ഞ കുറെ നാളുകളായി വീട്ടില് കൊറോണ കാലത്തൊക്കെ ആയിട്ട് സമൂഹത്തിലേക്ക് കടന്നു വരാതെ കുറെ നാളുകള് വീട്ടിലിരുന്നവരാണ് വിദ്യാർത്ഥികള്. അപ്പോൾ സമൂഹത്തില് ഇവിടുത്തെ അന്തേവാസികളെ പോലെയുള്ളവരുടെ അടുത്തേക്ക് ഇവരെ കൊണ്ടുവരാനുള്ള ഒരു അവസരം, അവരുമായിട്ട് സമ്പർക്കത്തില് സംസാരിച്ച് ഈ കുട്ടികളുടെ സന്തോഷവും സ്നേഹവും ഇവിടുത്തെ അന്തേവാസികളുമായിട്ട് പങ്കുവെക്കാനുള്ള ഒരു അവസരം, ഇത് നല്ലൊരു അവസരമായിട്ട് തോന്നിയതുകൊണ്ട് ഞങ്ങൾ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. സ്നേഹത്തിന്റെ പങ്കുവെക്കലിന്റെയും ഒക്കെ ഒരു സന്ദേശമാണ് ക്രിസ്മസ്. അത് കുട്ടികൾ ഇവിടെ നേരിട്ട് വന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ള ഒരു അവസരമാണ് ഇതിന് ഇവിടെ ഒരുക്കി തന്നതിന് ഇവിടുത്തെ ജീവനക്കാർക്കും സൂപ്രണ്ടിനും പ്രത്യേകം നന്ദി പറയുന്നു. ഈ ക്രിസ്മസ് സമയത്ത് നമ്മളെ ഓർക്കുകയും നമ്മുടെ ഈ സ്ഥാപനത്തിൽ വന്ന് നമ്മോടൊപ്പം ക്രിസ്മസിൻ്റെ ആഘോഷം നടത്താനായിട്ട് മനസ്സ് കാണിച്ച ഈ സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും കുട്ടികൾക്കും ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയുകയാണ്. സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന സ്വന്തപ്പെട്ടവരാലും ബന്ധുക്കളാലും ഒക്കെ ഒറ്റപ്പെട്ട് ഇവിടെ ആശ്രയം തേടി വന്നിരിക്കുന്നവരാണ് പലരും പാരൻസാണ്. എന്നാലും മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവർ മുതൽ ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ആ മനസ്സിൻ്റെ ബുദ്ധിമുട്ട് തൽക്കാലത്തേക്കെങ്കിലും ഇങ്ങനെയുള്ള ഓരോ കൂട്ടായ്മയിലൂടെയാണ് മാറാനായിട്ട് സാധിക്കുന്നത്. ഇപ്പം നമ്മളിവിടെ സെലിബ്രേഷനൊക്കെ നടത്താറുണ്ട്. പല സ്കൂളിൽ നിന്നും പല സ്ഥാപനങ്ങളിൽ നിന്നും പല സംഘടനകളിൽ നിന്നൊക്കെ ഇവിടെ വന്നിട്ട് ഓരോ സമയത്തും ദീപാവലി, ഓണം, ക്രിസ്മസ് അങ്ങനെ പല ആഘോഷങ്ങൾക്ക് ഇവിടെ വന്ന് നമ്മോടൊപ്പം ചേരാറുണ്ട്. എങ്കിലും കുട്ടികൾ അങ്ങനെ ഒരു മനസ്സ്, നിങ്ങൾ ഇങ്ങനെ ഒരു സെലിബ്രേഷൻ നടത്തുമ്പോൾ അത് ഈ ഒരു സ്ഥാപനത്തിൽ വെച്ച് നടത്തണം എന്ന് തീരുമാനിക്കാനുണ്ടായ ആ നല്ല മനസ്സിനെ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾക്കും നിങ്ങൾ പ്രിയപ്പെട്ടതാണ്. ഇന്നത്തെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ഇവരുടെ എല്ലാവരും കൂടി ചേർന്ന് നടത്തുവാൻ ഈ വർഷം ഞങ്ങൾ ആഗ്രഹിക്കുകയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം എല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ച് ക്രിസ്മസ് ആഘോഷിക്കാൻ ഞങ്ങളോട് എത്തിയത്. അതിനൊത്തിരി ദൈവത്തിനോടും നന്ദി പറയണം. ഇങ്ങനൊരു അവസരം തന്ന ഇവിടുത്തെ സൂപ്രണ്ടിനോടും പ്രത്യേകം നന്ദി പറയണം. നമുക്ക് ഒരുമിച്ച് ഈ ക്രിസ്മസ് ആഘോഷം നമുക്ക് ആഘോഷിക്കാം. സെയിന്റ് സെബാസ്റ്റ്യൻസ് വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഈ അങ്കണത്തിലായിരിക്കുന്നത് ഏറെ സന്തോഷം നൽകുന്നു. ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു അനുഭവമായി ഞങ്ങൾക്ക് തോന്നുന്നു. അതെ, ക്രിസ്മസ് ഒത്തുചേരലിന്റെയും പങ്കുവയ്ക്കലിന്റെയും സന്ദേശമാണ് നൽകുന്നത്. ദൈവം മനുഷ്യനുമായി സ്നേഹം പങ്കുവെച്ചതിന്റെ ഓർമ്മയാണ് ക്രിസ്മസ്. ദൈവം ഭൂമിയിൽ മനുഷ്യനായി പിറന്നു ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും മാതൃക കാണിച്ചുകൊണ്ട് ഇവിടെ ജീവിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവാൻ നമ്മെ ആഹ്വാനം ചെയ്തു. അതെ, മനുഷ്യനും തമ്മിൽ സ്നേഹം പങ്കുവയ്ക്കപ്പെടുന്ന സന്ദേശമാണ് ഈ വിദ്യാർത്ഥികളും അധ്യാപകരും ഇന്നിവിടെ പകർന്നു നൽകുന്നത്. അടിപൊളി, പൊളി, പവർ, ഒന്നും പറയാനില്ല, വാക്കുകളില്ലെന്നൊക്കെ പറയില്ല. അതേ കണക്ക് സെറ്റ് വൈബ്, പൊളി. ഇവിടെ വന്നിട്ട് ഇവിടെയുള്ള ആളുകളെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരുമായിട്ടൊക്കെയുള്ള ഒരു സന്തോഷം പങ്കുവെച്ചു. പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ട് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച്. എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്ത പോലെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ വന്നിട്ട് ഓരോരുത്തരെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. നമ്മളൊക്കെ എത്രയോ ഭാഗ്യം ചെയ്ത ആൾക്കാരാന്ന് ഇപ്പോൾ മനസ്സിലായി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ. അടിപൊളിയായിരുന്നു. കുറേ പേര് ഇവിടെ വയസ്സായവരൊക്കെ ഉണ്ട്. അവരുടെ ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റിയ അതിയായ സന്തോഷം പ്രകടിപ്പിക്കുന്നു. പിന്നെ അടിപൊളിയായിരുന്നു. കേക്കൊക്കെ കഴിച്ച് അവർ ഡാൻസും കളിച്ച് ഇവിടെ എല്ലാവരും ഡാൻസ് കളിക്കുന്നത്.
അവിടുത്തെ കന്യാമറിയും പിന്നാമം വാർത്തപ്പേടത്തിൽ നന്മയിറങ്ങി സ്നേഹവാർത്തയിൽ ഞങ്ങൾ കിട്ടിയ പുസ്തകവാഴത്തിനുള്ളിൽ മുത്തി വിളിക്കുന്നു ഞങ്ങൾ മെല്ലെ സമൂഹത്തിൽ ആരുമില്ലാത്തവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് അത് ഏറ്റവും മനോഹരമായ കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ക്രിസ്മസ് ആഘോഷത്തിനായിട്ട് പള്ളുരുത്തി സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ നിന്നെത്തിയിട്ടുള്ള ഈ വിദ്യാർത്ഥികൾ ഇവിടെയുള്ള അന്തേവാസികൾക്ക് നൽകിയിരിക്കുന്നതും ആ ഒരു ചേർത്ത് പിടിക്കലാണ്. ആ ചേർത്ത് പിടിക്കൽ ഇവരുടെ ഓരോരുത്തരെയും ജീവിതത്തിലെ മറക്കാത്ത അനുഭവമായി മാറട്ടെ. കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റിഡ്ജൻ റബല്ലോ.